പ്രിയമുള്ളവരെ, നീലീശ്വരം സാംസ്കാരിക പാദമുദ്രകൾ എന്ന നീലീശ്വരത്തിൻ്റെ ഒരു ചരിത്ര പുസ്തകമാണിത്. ഈ പുസ്തകം നീലീശ്വരത്തിൻ്റെ എല്ലാ മേഖലകളെയും വിവരിച്ചു കാണിക്കുന്ന എൻ്റെ ഒരു പുസ്തകമാണ്. ഇനി നമ്മൾക്ക് ഈ പുസ്തകത്തിലേക്ക് കടക്കാം. പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗം ഇവിടെ വായിക്കുന്നു. അധ്യായം 1: കുറ്റവും ശിക്ഷയും. വർഷങ്ങൾക്ക് മുമ്പ് കാർഷിക അഭിവൃദ്ധി കൊണ്ട് സമ്പുഷ്ടമായിരുന്നു നീലീശ്വരം ഗ്രാമം. കൃഷിവലന്മാരുടെ തേക്കുപാട്ടിൻ്റെ ഈണങ്ങളും നാനാജാതി പക്ഷികളുടെ കളകൂജനവും സമ്മിശ്രമായ പ്രഭാത സങ്കീർത്തനം കേട്ടാണ് പതിവ് പോലെ അന്നത്തെ പ്രഭാതവും ഉണർന്നത്. പക്ഷേ പ്രഭാതത്തിൽ ഇളം തെന്നലിനെയും നേർത്ത തണുപ്പിനെയും കീറിമുറിച്ചുകൊണ്ട് രാജശാസനത്തിൻ്റെ പെരുമ്പറ മുഴക്കം ആ നാടാകെ പ്രതിധ്വനിച്ചു. ആളുകൾ പെരുമ്പറ മുഴങ്ങിയ ആലുങ്കൽ എന്ന സ്ഥലത്തേക്ക് ഓടിക്കൂടി. പറവൂർ മഹാരാജാവിൻ്റെ പടയാളികൾ 2 പേരെ ചങ്ങല കൊണ്ട് ബന്ധിച്ച് നിർത്തിയിട്ടുണ്ട്. 2 പേരുടെയും താഴേക്ക് കുനിഞ്ഞ മുഖത്ത് കുറ്റബോധത്തിൻ്റെ ദൈന്യതയോ ശിക്ഷാഭയത്തിൻ്റെ ആദിയോ നിഴലിച്ചിരുന്നു. കുതിരപ്പുറത്ത് വന്ന ആയുധധാരികളും ശക്തന്മാരുമായ പടയാളികളുടെ നടുവിലാണ് ബന്ധസ്ഥനായ കുറ്റവാളികൾ നിന്നിരുന്നത്. കേൾവിക്കാരായി നാട്ടുകാർ എത്തിയപ്പോൾ പെരുമ്പറ വീണ്ടും മുഴങ്ങി. ഒരു പടയാളി മുന്നോട്ട് വന്ന് കയ്യിൽ ചുരുട്ടി വെച്ചിരുന്ന തീട്ടൂരം നിവർത്തി വായിക്കാൻ തുടങ്ങി. നീലീശ്വരത്തിൻ്റെ നാട്ടുരാജാവായ തുറവൂർ വടക്കെടുത്ത് മുകുന്ദൻ കുഞ്ഞിയെ, നാട്ടുകാരുടെ മൂത്താരച്ചന്, തുറവൂരിലെ തറവാട്ടിൽ നിന്നും വരുന്ന വഴിയിൽ വെച്ച് തോട്ടിൽ ഒളിഞ്ഞിരുന്ന് 2 അക്രമികൾ കുന്തം കൊണ്ട് കുത്തിയും അടിച്ചും കൊലപ്പെടുത്തി. 2 പേരെയും നാടിൻ്റെ മുഖ്യമായ 2 വെച്ച് തൂക്കിക്കൊല്ലുന്നതിനുള്ള രാജകൽപ്പന വായിക്കപ്പെട്ടു. കുറ്റവാളികളെ നാട്ടുകാരെ കാണിച്ച ശേഷം ഒരു കുറ്റവാളിയെ താൽക്കാലികമായി മുളകൊണ്ട് കെട്ടിയുണ്ടാക്കിയ ചാടിലേക്ക് കയറ്റി നിർത്തി. മറ്റൊരു കുറ്റവാളിയെ മേൽക്കൂര കെട്ടിയ കാളവണ്ടിയിൽക്കകത്തേക്ക് കയറ്റിയിരുത്തി. തൂക്കുചാടിലേക്ക് കയറ്റി നിർത്തിയ കുറ്റവാളികളുടെ കഴുത്തിൽ കുരുക്കിട്ട് എല്ലാം തയ്യാർ എന്ന് പടയാളികളിൽ ഒരാൾ മുദ്ര കാണിച്ചു. കാണികളായി കൂടിയവരുടെ മനസ്സിൽ ഭീതിയും സംഭ്രമവും ഉണ്ടായി. മനോധൈര്യമില്ലാത്തവർ ആ ദാരുണാന്ത്യം കണ്ടു നിൽക്കാനാകാതെ ഉൾവലിഞ്ഞു. സ്ത്രീകളും കുട്ടികളും പേടിയോടെ കാതുപത്തി അവിടെ വിട്ട് ധൃതിയിൽ സ്വഗ്രഹങ്ങളിലേക്ക് ഓടി. അധികാരത്തിൻ്റെ തലപ്പാവ് വച്ച ഒരാൾ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങിച്ചെന്നു. അയാൾ വ്യക്തമായി എല്ലാം പരിശോധിച്ചുറപ്പുവരുത്തി. സൂര്യനെ നോക്കി സമയത്തിൻ്റെ കൃത്യത കാണിക്കാൻ വലതുകരം മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചു. ധൈര്യം സംഭരിച്ച് സാക്ഷ്യം നിന്ന നാട്ടുകാർ പരസ്പരം നോക്കി. പ്രകൃതിയിലെ കാറ്റു നിലച്ചു. മരച്ചില്ലകളിലെ ഇലകൾ പോലും നിശ്ചലമായി. കിളികളാകട്ടെ പെരുമ്പറ മുഴക്കത്തോടെ പാട്ടു നിർത്തിയിരുന്നു. എല്ലാ കണ്ണുകളും അധികാരിയുടെ ഉയർത്തിപ്പിടിച്ച കൈകളിൽ ഉടക്കി നിന്നു. മൂകത തളം കെട്ടിയ മരവിച്ച നിമിഷങ്ങൾ. അധികാരി 10 മുതൽ താഴേക്ക് എണ്ണി തുടങ്ങി. എണ്ണൽ സാവധാനം 1-ലെത്തിയപ്പോൾ ആ കൈകൾ പെട്ടെന്ന് താഴ്ന്നു. ആജ്ഞാനുവർത്തികളായ പടയാളികൾ കുറ്റവാളിയുടെ കഴുത്തിലിട്ട കുരുക്കിൻ്റെ മറുതല വലിച്ചു മുറുക്കി. മുളങ്കാലിൽ വലിഞ്ഞു കെട്ടി. കുറ്റവാളി കയറിൽ കഴുത്തുമുറുകി തൂങ്ങിക്കിടന്ന് കൈകാലിട്ടടിച്ച് പിടഞ്ഞു. കണ്ണുകൾ പുറത്തേക്ക് തള്ളിവന്നു. നാവു പുറത്തേക്കിട്ട് പല്ലുകടിച്ചു. നവദ്വാരങ്ങളിലൂടെ രക്തമൊഴുകി. ധൈര്യം സംഭരിച്ചു നിന്ന നാട്ടുകാർ ആ ഭീകരദൃശ്യം കണ്ട് ഭയന്ന് പിൻവാങ്ങി. ചിലർ കരഞ്ഞുകൊണ്ട് തിരിഞ്ഞോടി. മരച്ചില്ലയിൽ മൂകസാക്ഷികളായ പക്ഷികൾ ഒച്ചവെച്ച് ചിറകടിച്ചു പറന്നുപോയി. കുറ്റവാളികളുടെ ശരീരം തൂക്കുചാടിൽ കിടന്ന് പിടഞ്ഞ് സാവധാനം നിശ്ചലമായി. മൃതശരീരം അവിടെ തന്നെ തൂക്കിയിട്ട് പടയാളികളുടെ സംഘം കിഴക്കോട്ട് പോയി. അടുത്ത ശിക്ഷ നടപ്പാക്കേണ്ടത് നീലീശ്വരത്തിൻ്റെ കിഴക്കുഭാഗത്തെ ഗ്രാമാതിർത്തിയായ പള്ളിപ്പട്ട എന്ന സ്ഥലത്തായിരുന്നു. ധീരന്മാരായ കാഴ്ചക്കാരിൽ ചിലർ പടയാളികളെ അനുഗമിച്ചു. ആളൊഴിഞ്ഞപ്പോൾ എവിടെ നിന്നോ പറന്നെത്തിയ 2 കഴുകന്മാർ തൂക്കുചാടിൻ്റെ തണ്ടിൽ വന്നിരുന്ന് മൃതശരീരത്തിൽ ആർത്തിയോടെ നോക്കി ചിലക്കുകയും കുറുങ്ങുകയും ചെയ്തു. വീട്ടുമുറ്റത്തും ഇടനവഴികളിലും കൂടി നിന്നവർ അടക്കം പറഞ്ഞു, മൂത്താരച്ചനെ കൊന്നവർക്ക് ഇങ്ങനെ തന്നെ ശിക്ഷ കിട്ടണം. ചിലർ ചോദിച്ചു, എന്തിനാണ് മൂത്താരച്ചനെ കൊന്നത്? മൂത്താരച്ചനുമായി അടുപ്പമുള്ളവർ തന്നെയാണ് ഇവരെന്ന് ചിലർ പറഞ്ഞു. ശുദ്ധ മനസ്സിനുടമയും മാന്യനുമായ നാടുവാഴിയായിരുന്നു മൂത്താരച്ചൻ. മൂത്താരച്ചനെ കൊന്നതിലുള്ള കാരണം നാട്ടുകാർക്ക് ചോദ്യചിഹ്നമായി.